+2 കഴിഞ്ഞു. ഇനി ഡിഗ്രി ഏതെടുക്കും? കോഴ്സുകളെ കുറിച്ച് യാതൊരു ഐഡിയയുമില്ല. ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എന്നാൽ ഇനി ടെൻഷൻ വേണ്ട, പരിഹാരമുണ്ട്. ആദിൽ സാറിന്റെ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. ഹലോ എവ്രിവൺ, ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് നാളായി എല്ലാവരും ചോദിക്കുന്നു, എക്സാം ഒക്കെ അടുത്ത് തുടങ്ങി, നമ്മുടെ ഹാൾ ടിക്കറ്റ് വന്നോ, എന്നാണ് വരിക, അതിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ഹാൾ ടിക്കറ്റ് വെയിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും വേണ്ടിയിട്ടുള്ള ഒരു അപ്ഡേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലേക്ക് കിടക്കാം. +2 കഴിഞ്ഞ് ഡിഗ്രി ഏതെടുക്കുമെന്ന് ഒരുപാട് സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഇനി ഡിഗ്രിക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസിന് ഏത് ഡിഗ്രിയാണ് നല്ലത്, ഏതൊക്കെയാണ് അതിന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്, അങ്ങനെ ഒരുപാട് ഡൗട്ടാണ് സ്റ്റുഡൻസിനുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ആദിൽ സാറിൻ്റെ ഡി ഫൗണ്ടേഷൻ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയും ജോയിൻ ചെയ്യാനുള്ളവരെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഡി ഫൗണ്ടേഷൻ ക്ലാസ് ഫ്രീ ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആരും ഒട്ടും മടിച്ച് നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഹാൾ ടിക്കറ്റ് വന്നോ എന്നുള്ളതാണ് ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാവരും ചോദിക്കുന്ന ഡൗട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹാൾ ടിക്കറ്റ് ഓൾമോസ്റ്റ് വരാറായിട്ടുണ്ട്. മിക്കവാറും നെക്സ്റ്റ് വീക്കൊക്കെ ആയിട്ടാണ് ഹാൾ ടിക്കറ്റ് വരിക. ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 28-നൊക്കെ ഹാൾ ടിക്കറ്റ് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കറക്റ്റ് കൺഫർമേഷൻ ഒന്നുമില്ല. എന്നിരുന്നാലും ഈ മന്ത് ലാസ്റ്റ് വീക്കോട് കൂടെ നമുക്ക് ഹാൾ ടിക്കറ്റ് പ്രതീക്ഷിക്കാം. എക്സാമിന് ഒരു 20 ഡേയ്സ് 15 ഡേയ്സ് മുൻപാണ് ഹാൾ ടിക്കറ്റ് വരിക. ഇപ്പോൾ ഓൾമോസ്റ്റ് ഈ മന്ത് ലാസ്റ്റ് തന്നെയാണ് വരിക. അപ്പോൾ ഹാൾ ടിക്കറ്റ് വന്നിട്ടില്ല, അതുകൊണ്ട് ഇനി പഠിക്കാൻ സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് ആരും ഇരിക്കരുത്. ഹാൾ ടിക്കറ്റ് വന്ന് ഓൾമോസ്റ്റ് 1 വീക്ക് കഴിയുമ്പോഴേക്കും നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യും. ഇതുവരെയും എക്സാമിന് പഠിച്ചു തുടങ്ങാത്ത സ്റ്റുഡൻസ് ഇനി ഒട്ടും ടൈം കളയണ്ട, വളരെ കുറച്ച് സമയം നമുക്കുള്ളൂ. മാക്സിമം പോർഷൻസ് കവർ ചെയ്യുക. പിന്നെ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇഗ്നു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള സ്റ്റുഡൻസിനെ ഭയങ്കരമായിട്ട് കുഴപ്പിക്കുന്ന യൂണിവേഴ്സിറ്റി ഒന്നുമല്ല. നിങ്ങൾക്ക് മാക്സിമം പറ്റാവുന്ന രീതിയിൽ നിങ്ങളുടെ എഫേർട്ട് എടുത്ത് പഠിക്കുക, സമാധാനമായിട്ട് പഠിക്കുക. ടൈമുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഓരോ സബ്ജക്റ്റും ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു ടൈം പീരീഡ് ആകുമ്പോഴേക്കും നമ്മുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആവും. പിന്നെ റിലാക്സ് ചെയ്ത് എക്സാം എഴുതുക, ആരും ടെൻഷൻ അടിക്കണ്ട. ഒരുപാട് കാലത്തിന് ശേഷം, കുറേ ടൈം പീരീഡിന് ശേഷം എക്സാം എഴുതുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അവർക്കായിരിക്കും കൂടുതൽ ഡൗട്ട്. കാരണം ഇങ്ങനെയാണ് എക്സാം, എന്താണ് എക്സാം എന്നുള്ള ഒരു സംശയം, കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആരും ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾക്ക് അവിടെ ഹെൽപ്പ് ചെയ്യാൻ, ഹാളിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവിജിലേറ്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആരും ടെൻഷൻ അടിക്കാണ്ട് സമാധാനമായിട്ട് എക്സാം എഴുതുക. ഇപ്പം എല്ലാവരും എക്സാം പ്രിപ്പയർ ചെയ്യാൻ ഫോക്കസ് ചെയ്യാം. അപ്പോൾ ഹാൾ ടിക്കറ്റ് ഉടനെ തന്നെ വരും. കൂടുതൽ അപ്ഡേഷനുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ആരും അപ്പോൾ പഠിക്കേണ്ട സമയം വേസ്റ്റ് ചെയ്യരുത്. മാക്സിമം നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കിനി കാണാം. എനിവേ, താങ്ക് യു.